കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരീർ മിനിസിസിൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം, അതിൻ്റെ 1-2 തിരുവെഴുത്തുകളാണ്. കൽദേ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദിയ സന്തതിയിൽ ഉള്ള മഹശ്രോസിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ദാനിയേൽ പ്രവാസത്തിലായിരിക്കുന്ന കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് തന്നെ സൂക്ഷിച്ചു ജീവിച്ചിരുന്ന യഹോവ ഭക്തനായിരുന്നു. പഴയ നിയമം ഒക്കെ ദൈവത്തിൻ്റെ വചനം, ദൈവിക പ്രമാണങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവസനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അത് അങ്ങനെ യിരെമ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ചില തിരുവെഴുത്തുകളിൽ ഉടക്കി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവിടെ താൻ വായിക്കുമ്പോൾ ഈ 70 വർഷം കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിൻ്റെ പ്രവാസകാലം 70 വർഷം കൊണ്ട് തീരുമെന്ന് അദ്ദേഹം യിരെമ്യാ പ്രവചന പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കി. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, തിരുവചനം വെറുതെ വായിച്ചു വിടേണ്ടതല്ല. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരണമെങ്കിൽ നാം വായിക്കുന്ന തിരുവചനം നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ആ യിരെമ്യാ പ്രവചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ആ പ്രവചന പുസ്തകത്തിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിൻ്റെ പ്രവാസകാലം തീരാറായെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും യാചനകളുമാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ദൈവവചനം സ്പഷ്ടമായി നമ്മോട് സംസാരിക്കും. വചനം ദൈവമാകുന്നു. ആ വചനത്തിലൂടെ ദൈവമാകുന്നു നമ്മളോട് സംസാരിക്കുന്നത്. വചനത്തിനപ്പുറമായ ഒരു പ്രവചനമില്ല. ആ വചനപ്രകാരമുള്ള പ്രവചനം മാത്രമേ പ്രാവർത്തികമാകത്തുള്ളൂ, നിവർത്തിക്കപ്പെടത്തുള്ളൂ. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ തന്നെ പറഞ്ഞു, ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചു. മാത്രമല്ല അനേക പ്രവാചകന്മാരെ ദൈവം നിങ്ങളുടെ അടുക്കൽ അയച്ചു. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ വിട്ട് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനായിട്ട് അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെ ആളയച്ചു, ദൈവദാസന്മാരെ അയച്ചു. എന്നിട്ട് അതൊന്നും കേൾക്കായ കൊണ്ട് ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് ദൈവം അരുളപ്പാട് അറിയിച്ചു. അങ്ങനെ 70 വർഷം തികയുമ്പോൾ മാത്രമേ ഈ ജനത്തെ ഈ കൽദയരുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് അവരെ അവരുടെ സ്ഥലത്തേക്ക് വരുത്തുകയുള്ളൂ എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഈ ദൈവം അരുളി ചെയ്തു. ഈ ഭാഗമാണ് ദാനിയേൽ പ്രവാചകൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തങ്ങളുടെ പ്രവാസകാലം അവസാനിക്കാറായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പ്രവർത്തിക്കേണ്ട സമയം അടുത്തതുകൊണ്ട് താൻ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിലപിച്ചും കർത്താവിൻ്റെ ആ ടൈമിൽ അവർക്കൊരു വിടുതലുണ്ടാകണം. പ്രവാസകാലം അവസാനിച്ച് അവർക്കവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറത്തില്ല. അപ്പം ജനത്തിൻ്റെ കുറവുകൾ നിമിത്തം, പാപം നിമിത്തം, അകൃത്യ നിമിത്തം, അനുസരണക്കേട് നിമിത്തം അവരെ ബാബേലിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് എതിരായിട്ട്
ഏതെങ്കിലും പ്രവാചകന്മാരോ ഏതെങ്കിലും ഉപദേഷ്ടാക്കന്മാരോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാക്ക് കേൾക്കരുത്. 70 വർഷവും നിങ്ങൾ ബാബേലിൽ പ്രവാസികളായിരിക്കും. അവിടെ പ്രവാസികളായിരിക്കുമ്പോൾ ആ പട്ടണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാകും. ആ 70 വർഷക്കാലം അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ദൈവം കൊടുത്തിരുന്നു. അനുസരണം കെട്ട ജനം പലപ്പോഴും അങ്ങനെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നമ്മളെ വിട്ടുമാറുന്നില്ല. അപ്പോഴും ദൈവത്തിൻ്റെ മനസ്സലിയോ ഓർമ്മിപ്പിച്ച് പ്രവാചകന്മാരെയോ ദൈവീയ ശുശ്രൂഷകരെയോ നമ്മൾ അടുക്കലയച്ച് നമ്മൾ മടങ്ങി വരാൻ നമ്മളോട് അരുളി ചെയ്ത ദൈവമാണ്. അത്രയും മനസ്സലുള്ള, കനിവുള്ള, മഹാദീർഘക്ഷമയുള്ള, ദയവുള്ള ദൈവമാണ്. സ്നേഹമുള്ള ദൈവമായതുകൊണ്ടാൽ കൈവിടാൻ ദൈവത്തിന് മനസ്സില്ല, ഉപേക്ഷിക്കാൻ മനസ്സില്ല. ഞാൻ നിങ്ങളോട് അരുളി ചെയ്തതിന് എതിരായി നിങ്ങൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കരുത്. അതുപോലെ ഞാൻ നിങ്ങളോട് അരുളി ചെയ്തതിന് എതിരായി പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ നിങ്ങളതിൽ വിശ്വസിക്കരുത്. മോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത്. എൻ്റെ വാക്ക് വിശ്വസിക്കണമെന്ന് സാരം. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ സീനായി പർവ്വതത്തിൽ വെച്ച് മോശ വഴി പ്രമാണം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം, യഹോവയായ ദൈവം അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ കനാൻ ദേശത്ത് ചെന്നതിന് ശേഷം 6 വർഷം നിങ്ങൾക്ക് നിലത്ത് കൃഷി ചെയ്യാം. 7-ാമത്തെ വർഷം നിലം ഒഴിച്ചിടണം, കൃഷി ചെയ്യാൻ പാടില്ല. ആ ദേശത്തിന് ശബ്ബത്ത് കൊടുക്കുകയാണ്. പക്ഷെ 490 വർഷം ഈ ജനം അതനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ 70 വർഷക്കാലം ഇവർക്ക് ബാബേലിൽ ദൈവ നിയമങ്ങൾ ലംഘിച്ചത് നിമിത്തവും ഇവരുടെ പാപം നിമിത്തവും ദേശത്തിന് ദൈവം വെച്ച നിയമം അനുസരിക്കായ നിമിത്തവും അവർക്ക് ബാബേലിൽ പ്രവാസികളായി പോകേണ്ടി വന്നു. വാസ്തവത്തിൽ കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം, അവർക്ക് കൃഷിഫലം, അതിൻ്റെ ഫലം നല്ലവണ്ണം ലഭിക്കുന്ന ഒരു ദേശമായിരുന്നു. എന്നിട്ടും 7-ാം വർഷം യഹോവയുടെ അരുളപ്പാട് അവർ അനുസരിച്ചില്ല. ഇത് തന്നെയാണ് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനുള്ള താല്പര്യവും ഇച്ഛാശക്തി ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. അതിനുള്ള ആലോചനകളും പ്രവചനങ്ങളും കൊടുക്കുന്ന ബോഷ്കിൻ്റെ പ്രവാചകന്മാരും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അന്നത്തെക്കാട്ടിലും ഇന്ന്. എക്കാലത്തും ഇതൊക്കെ തന്നെ ദൈവസഭയ്ക്കകത്തുണ്ട്. എന്നാൽ ഈ ജനം ബാബേൽ പ്രവാസത്തിലായപ്പോൾ ഇസ്രായേൽ ദേശത്ത് വിശ്രമം ലഭിച്ചു. ദാനിയേൽ പ്രവാചകൻ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പ്രവാസകാലം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, കർത്താവേ, നിൻ്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിൻ്റെ കോപവും ക്രോധവും നിൻ്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. അപ്പോൾ യെരൂശലേം നിവാസികളിൽ നിന്നും യെരൂശലേം പട്ടണത്തിൽ നിന്നും ഈ ദൈവത്തിൻ്റെ കോപവും ക്രോധവും ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണം നീക്കിക്കളയണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേം അതിലെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ, അവരെ ചേർത്തുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ കൊണ്ടു ചെന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസഭയെ
നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവസഭ, ദൈവജനം അവരുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തിൻ്റെ രാജ്യത്തിനും എതിരായിട്ടുള്ള പാപസ്വഭാവം, പാപപ്രകൃതം വിട്ടൊഴിഞ്ഞ് നിത്യരാജ്യത്തിന് അവകാശമായി തീരുവാൻ നാം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നിത്യമായ ശിക്ഷയിലേക്കാണ് ജനം ചെന്നെത്തുന്നത്. നമുക്ക് പലപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് സെക്കരിയ പ്രവചനത്തിൽ. സെക്കരിയാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 5-ാമത്തെ വചനം. നിങ്ങൾ ഈ 70 സംവത്സരം 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കുകയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്. അപ്പോൾ പ്രവാസത്തിലായിരിക്കുമ്പോഴും ജനങ്ങൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴും ജനത്തിന് ഉപവാസവും പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ട്, ആരാധനയുണ്ട്. പക്ഷേ തങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടാണോ, തങ്ങളുടെ ഹൃദയത്തെ, മനസാക്ഷിയെ ശുദ്ധീകരിച്ചുകൊണ്ടാണോ, ദൈവ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടാണോ, ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണോ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ ഈ ഉപവസിക്കുകയും ഈ കാര്യങ്ങൾ നമ്മൾ ശോധന ചെയ്യണം. അപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റേണ്ടവർ മനസ്സിലാക്കി കൊടുക്കുക. പക്ഷേ എങ്കിലും അവരെ കുറ്റം വിധിച്ച് തള്ളിക്കളയാതെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞാൽ ആ വ്യക്തി അത് എനിക്ക് തുല്യനായി ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. ദൈവസന്നിധിയിൽ അവരെ കൊണ്ടുചെല്ലണം. എങ്ങനെ? ക്രൂശിൻ്റെ ചോട്ടിൽ കൊണ്ടുചെല്ലണം. നമുക്ക് വേണ്ടി അകൃത്യയാഗമാക്കി മാറ്റിയ പിതാവിൻ്റെ സ്നേഹം, അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ആ ദൈവസ്നേഹം നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതന പുത്രനെ നൽകി ദൈവം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ ജനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ക്രൂശിൻ്റെ ചോട്ടിൽ കൊണ്ടുപോകാൻ അവരുടെ പാപഭാരങ്ങളെ, പാപപ്രവൃത്തികളെ അത് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനോട് യാചിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതാ കർത്താവോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഉപവസിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ യാചിക്കുന്നത്. ദാനിയേൽ തൻ്റെ ജനത്തിന് ഒന്നടങ്കം പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുകയാണ്. യഹോവ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുന്നു. എന്നിട്ട് അവിടെ കുറ്റസമ്മതം നടത്തുകയാണ്. ഞങ്ങളുടെ ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടു ശൂന്യമായിരിക്കുന്ന എൻ്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കുമാറാകണമേ. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ പാപം നിമിത്തം ദൈവത്തിൻ്റെ കോപവും ക്രോധവും ഞങ്ങളുടെ മേൽ കടന്നു വന്നു. ഞങ്ങളുടെ ദേശം ശൂന്യമായി, ഞങ്ങളുടെ ദേശം മലിനമാകപ്പെട്ടു. ജാതികളുടെ ഇടയിൽ ഞങ്ങൾ നിന്നാപാത്രമായി. അത് ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തമാണത് സംഭവിച്ചത്. ഞങ്ങളിപ്പോൾ ജാതികളുടെ മുമ്പിൽ, മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിന്നാപാത്രമായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. നിൻ്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ.
ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിൻ്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിയിൽ ബോധിപ്പിക്കുന്നു. ഇവിടെ അദ്ദേഹമാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാ ജനത്തെയും ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്, നിൻ്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല. 9-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ തിരിഞ്ഞു. ഇദ്ദേഹം ഒരിക്കലും ഭൗമ്യ നന്മ ലക്ഷ്യമാക്കിയല്ല, പ്രവാസത്തിൽ ആയിപ്പോയ ജനത്തിൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ദയവുണ്ടായി, മനസ്സുണ്ടായി ദൈവം ഈ ജനത്തെ കടാക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഉള്ള പ്രാർത്ഥനാവീരരായി ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ഭൂഗോളത്തിൻ്റെ സകല ഭൂഗോളങ്ങളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യഹോവ ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ, വേണ്ടുവണ്ണം പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിനെ നമുക്കിന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, വാസ്തവത്തിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ അറിയില്ല. എന്നാൽ ദൈവാത്മാവ് പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമുക്ക് സ്തോത്രം നമുക്ക് വെളിപ്പാടുകൾ തരും, ഭാഷകൾ തരും. നാം കീഴ്പ്പെട്ട് കൊടുത്താൽ മാത്രം മതി. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയുടെ നിയന്ത്രണം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്താൽ എന്തിനു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളത് ഗൈഡൻസ് പരിശുദ്ധാത്മാവ് തന്നെ തരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിൻ്റെ തിരുനിർണയപ്രകാരം വചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം വെളിപ്പാടിനൊത്തവണ്ണം പ്രാർത്ഥിപ്പാനുള്ള കൃപ, ജ്ഞാനം, പരിജ്ഞാനം കർത്താവെ അങ്ങയുടെ ജനത്തിന്, അങ്ങയുടെ സഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്നത് അത് മനസ്സിലാക്കി ഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് തുറന്നു നിൽക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.